ഉത്തപ്പ് ചേട്ടൻ തന്ന പുട്ട് വേണോ, ഉത്തപ്പം വേണോ, ഫ്രണ്ടി ബോണ്ട വേണോ, ഇത്തപ്പ് ചേട്ടൻ തന്ന പുട്ട് വേണോ. അപ്പം ഇന്നത്തെ റെസിപ്പി ആർക്കെങ്കിലും മനസ്സിലായോ? എന്തായാലും പുട്ടുമല്ല ഊത്തപ്പുമല്ല ഒന്നുമല്ല, ഇന്നത്തെ എൻ്റെ റെസിപ്പി ബോണ്ടയാണ്. അപ്പം ബോണ്ടയെ കുറിച്ച് പറയാനാണ് കുറച്ച് കഥകളുണ്ട്. അത് ഈ അടുത്തിടയ്ക്ക് ഞാൻ ഫേസ്ബുക്കിൽ ബോണ്ടയുടെ ഒരു പടം പോസ്റ്റ് ചെയ്തപ്പോൾ കുറേ ആളുകൾ പറഞ്ഞു, ചില ആളുകൾ ചോദിച്ചു ഇതെന്താന്ന് ചോദിച്ച്. അപ്പം ഞാൻ ബോണ്ടയാണെന്ന് പറയുമ്പോൾ ചിലവർക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല. ചില ആളുകൾ പറഞ്ഞു ഉഴുന്നുവട എന്ത് പറ്റി, ഉഴുന്നുവട ഷേപ്പ് കറക്റ്റായില്ല. ഞാൻ പറഞ്ഞത് ഉഴുന്നുവടയല്ല, ഇത് ബോണ്ടയാണ്. അപ്പോൾ അതുപോലെ തന്നെ ചില ആളുകൾ പറഞ്ഞ് ചില സ്ഥലങ്ങളിലൊക്കെ ഉള്ളിവടയ്ക്ക് പിന്നെ ബോണ്ടയെന്ന് പറയുന്നുണ്ട്, ചില സ്ഥലത്ത് ഉണ്ടം പൊരിക്ക് ബോണ്ടയെന്ന് പറയുന്നുണ്ട്. അപ്പം ബോണ്ടയുടെ പേരും എന്തും ആയിക്കോട്ടെ, നമുക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. നമുക്ക് ഉണ്ടാക്കുക, ലാവശ്യമായിട്ട് കഴിക്കുക അല്ലേ. അപ്പം ബോണ്ടയൊന്നും ഇഷ്ടമല്ലാത്ത അധികം ആരും ഉണ്ടാവില്ല. എന്തായാലും നമ്മുടെ ചായക്ക് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സ്നാക്കാണ്. അപ്പം ബോണ്ടയുടെ ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ എന്ന് പറയാനാണ് ബീഫ് കറിയാണ്. ഒരു രക്ഷയില്ല കേട്ടോ ബീഫ് കറിയായിട്ട് കഴിക്കാനായിട്ട്, അസാധ്യ ടേസ്റ്റാണ് രണ്ടും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കൂടെ നിൽക്കുന്ന മൂന്നാളുകളെ കണ്ടല്ലോ, ഇതാണ് ഇന്നത്തെ എൻ്റെ ബോണ്ട ടെസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്ന 3 പേര്. ഇവരുടെ ഇടി എനിക്ക് കിട്ടുമോ എന്നുള്ളത് നമുക്ക് ലാസ്റ്റ് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് നമ്മുടെ റെസിപ്പിയായ ബോണ്ട വീഡിയോ കണ്ടാലോ? അപ്പോൾ നമുക്ക് ബോണ്ടയുടെ ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന 3 കപ്പ് മൈദ. 3 കപ്പ് മൈദയ്ക്ക് 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ചെറിയ സവാളയുണ്ട്, ഞാൻ 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ 6 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു തണ്ട് വേപ്പില, മുളക് പൊടി, ഉപ്പ്, സോഡാപ്പൊടി, എണ്ണ, വെള്ളം. ഇത്രയാണ് നമുക്ക് ബോണ്ടയ്ക്ക് വേണ്ടുന്ന സാധനങ്ങൾ. അപ്പോൾ നമുക്കിനി ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് മൈദാമാവിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കടലമാവ് ചേർക്കാം. ഈ എൻ്റെ കയ്യിരിക്കുന്ന ഒരു കപ്പളവിലാണ് ഞാൻ പൊടികൾ എടുത്തിരിക്കുന്നത്. 3 കപ്പ് മൈദയ്ക്ക് 1 കപ്പ് കടലമാവ്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള അരിഞ്ഞിട്ട് കൊടുക്കാം. സവാള അരിഞ്ഞിട്ട് കൊടുക്കുമ്പോൾ വളരെ പൊടിയായി വേണം അരിഞ്ഞിടാൻ. അതുപോലെ തന്നെ പച്ചമുളകും അതും വളരെ ചെറുതായിട്ട് അരിഞ്ഞിടുക. ഇനി അടുത്ത ഇഞ്ചി, അതും ചെറിയ കഷ്ണങ്ങളാക്കി ഇടുക. ഇനി ഇതിലേക്ക് വേപ്പില ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ സോഡാപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി 1 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി നിർബന്ധമില്ല, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. കൂടിപ്പോവുകയും ചെയ്യരുത്, കൂടിപ്പോയി അതിൻ്റെ കളറ് വേറെ ആയിപ്പോവും. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് വെള്ളം കുറേശ്ശെയായി ചേർത്ത് കുഴച്ചെടുക്കാം. ബോണ്ടയ്ക്ക് കുഴയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം കുറഞ്ഞും പോകരുത്, വെള്ളം കൂടിയും പോകരുത്. വെള്ളം കൂടിപ്പോയാൽ നമുക്ക് അകമൊന്നും വെന്ത് കിട്ടത്തില്ല. അന്നേ കുറച്ച് വെള്ളം ഇതേ പരുവത്തിൽ വേണം താനും. ഇനിയിപ്പോൾ നമുക്ക് ഇതൊരു 5 മണിക്കൂർ വെച്ചേക്കാം. ഒരു 5 മണിക്കൂറിന് ശേഷം നമുക്ക് പൊരിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാനൊരു 5 മണിക്കൂർ കഴിഞ്ഞ് എടുത്തതാണ്. ഇനിയിപ്പം നമുക്കിത് പൊരിച്ചു കോരാം. എണ്ണ ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എണ്ണ എപ്പോഴും കുറച്ച് കൂടുതൽ ഒഴിക്കണം. കരിയെങ്കിലേ നമുക്ക് അത് ഒരുപോലെ പൊങ്ങി കിട്ടത്തുള്ളൂ. ഇനിയിപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്, നമുക്ക് ബോണ്ട ഇട്ട് കൊടുക്കാം. എന്താ കണ്ടോ, ഇതുപോലെ നടുക്ക് ഹോളിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇപ്പം കണ്ടല്ലോ, അത് പെട്ടെന്ന് തന്നെ മുകൾ ഭാഗം നന്നായിട്ട് പൊങ്ങി വന്ന്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എണ്ണയുടെ ചൂട് എപ്പോഴും നമ്മൾ കറക്റ്റായിട്ട് കൊണ്ടുപോകണം. എണ്ണ ശരിക്കും ചൂടാകാതെ നമ്മൾ ഇതൊക്കെ ഇട്ട് കൊടുത്താലും എണ്ണ കണ്ടരുമാനം അത് കുടിക്കും. അപ്പോൾ ചില പലഹാരങ്ങൾ നമ്മൾ എടുക്കും കണ്ടിട്ടുണ്ടല്ലോ, ഒത്തിരി അതിൽ നിന്ന് എണ്ണ വരുന്നത്. അത് നമ്മൾ കറക്റ്റായിട്ട് എണ്ണ ചൂടാകാതെ ഇട്ട് കൊടുക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. ഇതേ നിറം ആകുമ്പോൾ നമ്മൾ എടുക്കുക. നമ്മൾ ഓരോ പ്രാവശ്യം ബോണ്ട ഇങ്ങനെ ഇട്ട് കൊടുക്കുക, നമ്മൾ കൈ ഒന്ന് നനയ്ക്കണം. എന്നാലേ നമുക്ക് പെർഫെക്റ്റായിട്ട് ഇതുപോലെ എടുക്കാൻ പറ്റത്തുള്ളൂ.
പൊരിച്ച് കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കുമല്ലോ, കണ്ടേ നല്ല കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഒടിച്ച് നോക്കാം. കാര്യം ഇതിൻ്റെ അകം ഭാഗം വെന്ത് കിട്ടുക എന്നുള്ളൊരു വലിയൊരു കാര്യമാണ്. ഇത് കണ്ടോ എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോണ്ടയൊക്കെ അതെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടീസിനെയൊക്കെ വിളിച്ചാലോ? അപ്പോൾ കുട്ടീസ് കമോൺ. അപ്പോൾ നമ്മുടെ കുട്ടീസൊക്കെ വളരെ ആകാംക്ഷയോടെ ഇരിക്കുവാണ്. ഇതിന് ചൂടോടെ നമുക്ക് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് തണുത്തതിന് ശേഷമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് കൊടുത്ത് നോക്കാം എന്താവുമെന്ന് അതൊക്കെ, എന്നിട്ട് നമുക്ക് കണ്ടറിയാം. സൂപ്പർ സൂപ്പർ അടിപൊളി സൂപ്പർ. അപ്പോൾ ആരും ഒരു കാര്യം മറക്കണ്ട, എന്തുവാ? ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അപ്പം എല്ലാവരും ചാനല് കാണുന്ന വീഡിയോ ഒക്കെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.